സൗജന്യമായി കൊടുത്തു തുടങ്ങി. 3.5 തലമുറ എന്ന് പറയുന്ന സാധനത്തില് എല്ലാ ചാനലും പേ ചാനലൊക്കെ സൗജന്യമാക്കി. എന്തിന്? മൊബൈൽ കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് പറയുമ്പോൾ മൊബൈൽ വിൽക്കുന്ന ആളാ, എന്റെ കച്ചവടം പോകും. പക്ഷെ ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമല്ല. 3.5 തലമുറയിൽ ഇത്തരം ചിത്രങ്ങളും ഫിലിമുകളും വന്നു കഴിഞ്ഞു. ഡൽഹിയിലെ പല ഭാഗത്തും ഇത്തരം ചാനലുകൾ ഓടിത്തുടങ്ങി. പല രാജ്യത്തും പല സ്റ്റേറ്റിലും ഇത് ഓടിത്തുടങ്ങി. പല വേണ്ടാത്ത ചിത്രങ്ങളും സൗജന്യമായി. കുട്ടികൾ നല്ല രസമായി ഇത് വാങ്ങും. സൂക്ഷിക്കുക, ഉമ്മമാര് സൂക്ഷിക്കുക. തീർന്നില്ല. 3.5 തലമുറ കഴിഞ്ഞ് 4ാം തലമുറയിലേക്കാണ് വരുന്നത്. ചൈനയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു, യൂറോപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. എന്ത്? ഇരുട്ടത്ത് ഫോട്ടോ എടുക്കുന്ന ക്യാമറ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നൈറ്റ് വിഷൻ ക്യാമറ. വെളിച്ചൊന്നും വേണ്ട ഇനി ഫോട്ടോ എടുക്കാൻ. തീർന്നില്ല. 5ാം തലമുറ ജപ്പാനിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ആ ക്യാമറയും ഈ മൊബൈൽ ഫോണിൽ വരുന്നു. എങ്ങനെ? ഒരു ചുമരിന്റെ അപ്പുറത്തുള്ള ഫോട്ടോ ഈ ചുമരിന്റെ ഇപ്പുറത്ത് നിന്ന് എടുക്കാം. അത്ഭുതപ്പെടണ്ട. മറഞ്ഞ കാര്യങ്ങളെ പടപ്പിലൂടെ നമ്മെ കാണിച്ചു തരുന്ന, എത്ര മറഞ്ഞാലും കാണാൻ പറ്റുന്ന ഇതാ പടച്ചോൻ തന്നെ ഇവിടെ തെളിയിച്ചു. ചുമരിന്റെ അപ്പുറത്തുള്ള ഫോട്ടോ 5ാം തലമുറ എന്ന് പറയുന്ന ഗാമ ടെക്നോളജിയിലൂടെ എക്സ്റേ ഒക്കെ പോയി. എക്സ്റേ പോയി, ഇപ്പൊ എക്സ്റേ അല്ല, ഗാമ റേസ് ആണ്. ഗാമ റേ എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെ 1 മീറ്റർ ഘനമുള്ള ഒരു ചുമരിന്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ ഫോട്ടോ, കിടന്നുറങ്ങുന്നതോ ഇരിക്കുന്നതോ അല്ലാത്തതോ ആയ ഫോട്ടോകൾ എടുക്കാനുള്ള ക്യാമറ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 5ാം തലമുറയിലെ മൊബൈൽ ഫോണിൽ അതും ഇതാ വരുന്നു. അല്ല, വന്നു കഴിഞ്ഞു. ഒരുപാട് രാജ്യങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. ഇന്ത്യയും എതിർക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എതിർത്ത സാധനങ്ങളാണ് ഇവിടെ ചെറപറ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ വരിക. അനുവദിച്ച സാധനങ്ങൾ ഒരു പരിധി വരെ വരൂ. കാരണം അനുവദിക്കാത്ത സാധനങ്ങൾ വിൽക്കുമ്പോഴേ കൂടുതൽ ലാഭം കിട്ടുക. അതുകൊണ്ട് അതായിരിക്കും ഇനി കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവുക, അതായിരിക്കും ആളുകൾ വിൽക്കുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ 5ാം തലമുറ ഫോൺ വരും. തീർച്ചയാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ നാടിന്റെ പോക്കെ എടുക്കാണെന്ന്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇനി എന്താ ചെയ്യുക? ഇതിനൊക്കെ ഒരു മറുപടിയായി അല്ലെങ്കിൽ നമ്മൾ എന്ത് കരുതിയിരിക്കണം എന്നാണ് അടുത്ത നമ്മുടെ അവസാനത്തെ കൺക്ലൂഷൻ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നുണ്ട്. പല ക്യാമറ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പുറത്തു പോകുന്ന സ്ത്രീകളാണ്. ഒരല്പം മുൻകരുതലുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ മാനം കാക്കാൻ പറ്റും. ഇതാണ് ഒരു ക്യാമറയുടെ ഒരു ചിത്രമാണ്. ഒരു വടി പോലെ നിൽക്കുന്ന ആ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു വീഡിയോ ക്യാമറയാണ്. അത് ഒരു ചെറുവിരലിന്റെ വലിപ്പേ ഉള്ളൂ കേട്ടോ. ആ കാണുന്ന വലിപ്പമൊന്നും അതിനില്ല. ക്യാമറയുടെ പ്രത്യേകത, ഇതിന് മൊബൈലോ കമ്പ്യൂട്ടറോ ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു കോണിൽ ഒളിപ്പിച്ച് വെച്ചാൽ വെളിച്ചമില്ലാത്ത ഇരുട്ട് റൂമിലെ കളർ ചിത്രങ്ങൾ എടുത്ത് 1 മാസം തുടർച്ചയായി റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡറാണ് ആ കാണുന്നത്. 1 മാസം തുടർച്ചയായി 24 മണിക്കൂർ പെർ ഡേ ഇൻറ്റു 30 ഡേ എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് മണിക്കൂറുകൾ തുടർച്ചയായി രാവും പകലും വെളിച്ചമുണ്ടെങ്കിലും വെളിച്ചമില്ലെങ്കിലും അവിടുത്തെ ശബ്ദങ്ങളും വീഡിയോ ചിത്രങ്ങളും കളറും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ക്യാമറ. ഇതിന്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ ഞെട്ടും. എന്തേ? കോടിക്കണക്കിന് ഉറുപ്പിയായിരിക്കും. അല്ല, വില എത്രയെന്നറിയോ? 500 രൂപ മുതൽ 1000 രൂപ വരെ. ചൈന സാങ്കേതിക വിദ്യ അത്രയും വലുതായി, വില അത്രയും ചീപ്പാ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന ടിപ്പ് എന്ന് പറയുന്ന 50 രൂപ 100 രൂപ നിങ്ങൾ കൊടുത്താൽ മതി, അവരിതൊക്കെ വാങ്ങിക്കോളും. ഇത് അറിഞ്ഞിട്ടില്ല അവര്. സത്യത്തിൽ ഇതൊന്നും പറയാൻ പാടില്ല, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. SSLC +2 വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾ, പഠിക്കുന്നവർക്കെല്ലാം ജോലി നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓട്ടോ ഇലക്ട്രോണിക്സ് ആക്സസറീസ് നിർമ്മാതാക്കൾ ഓട്ടോ ഇലക്ട്രോണിക്ക ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടക്കൽ. കേരളത്തിലെ എല്ലാ സിറ്റികളിലേക്കും ഡീലേഴ്സിനെ ക്ഷണിക്കുന്നു. ഡീലേഴ്സ് അന്വേഷണത്തിന് ഡീലർ എന്നും കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഓട്ടോ എന്നും ടൈപ്പ് ചെയ്ത് 9961959595 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ഓട്ടോ ഇലക്ട്രോണിക്ക ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ചങ്കുവെട്ടി ജംഗ്ഷൻ, കോട്ടക്കൽ. കളവ് പോകുന്ന വാഹനങ്ങളെ കണ്ടെത്താൻ GPS ട്രാക്കർ. ട്രാവൽ ഓപ്പറേറ്റേഴ്സിനും പാർസൽ ഓപ്പറേറ്റേഴ്സിനും തികച്ചും ആവശ്യമായൊരു ഉൽപ്പന്നം. നിങ്ങളുടെ വാഹനം ഇപ്പോഴെവിടെയെന്ന് ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ മുഖേന അതിവേഗം കണ്ടെത്താൻ കഴിയുന്ന അത്യാധുനിക സംവിധാനം GPS ട്രാക്കർ. നിർമ്മാതാക്കൾ ഓട്ടോ ഇലക്ട്രോണിക്ക ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടക്കൽ. പോലീസ് കമ്മീഷണർ അനൂപ് കുരുവിള സാറിന്റെ കോഴിക്കോട് സ്റ്റേഷനിൽ വെച്ച് അവരുടെ ആ ഹാളിൽ വെച്ച് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ, ഈ കഥകളും ഈ ചരിത്രങ്ങളും സയൻസൊക്കെ അവിടെ പറഞ്ഞപ്പോൾ കമ്മീഷണർ വിളിച്ച് പറയാണ്, പൊന്നര ഹംസ, ഇത് നീ പബ്ലിക്കിനോട് പറയരുത് കേട്ടോ. അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ്? കള്ളന്മാർ കൂടുമെന്നാണ്. പക്ഷേ ഇത് ഞാൻ പബ്ലിക്കായിട്ടല്ല, നമ്മുടെ കുടുംബങ്ങളാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല.
ഇതൊരു പബ്ലിക്കിൽ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടുണ്ട്, ഇല്ലേ ഇല്ല, കാരണം കള്ളന്മാരുണ്ടാവുമല്ലോ പബ്ലിക്കിൽ. ഏതായാലും ഈ ഒരു ചെറിയ ചിപ്പ്, ഒരു വിരലിന്റെ അത്രയും വലുപ്പമുള്ള ഒരു ചിപ്പിൽ 30 ദിവസം തുടർച്ചയായ വീഡിയോ കവറേജ് നടത്താൻ പറ്റുമെന്നും അതിന് 1000 രൂപ വിലയുള്ളൂ എന്നും ഏത് കോണിലും ഒളിപ്പിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കൂല എന്നും തൽക്കാലം മനസ്സിലാക്കുക. അങ്ങനെ പറഞ്ഞപ്പോ ഏതോ ഒരു ISMന്റെ തോന്നുന്ന ഒരു ക്യാമ്പില് കല്യാണം കഴിക്കാൻ പോകുന്ന കുറെ കുട്ടികൾക്ക് ഈ ക്ലാസ് കൊടുത്തപ്പോ ഒരു കുട്ടിയുണ്ട് കരഞ്ഞുകൊണ്ട് എണീറ്റുന്ന്, സാറേ ഇനി എങ്ങനെ ഞങ്ങളൊക്കെ പുറത്തിറങ്ങാം? കരഞ്ഞുകൊണ്ട് ആ കുട്ടി പറഞ്ഞ, ഞാൻ ഉത്തരം ഒന്നേ പറഞ്ഞതുള്ളൂ, പർദ്ദ പോരാ, പർദ്ദക്കപ്പുറം ഇനി കട്ടിയുള്ള എന്തെങ്കിലും ഇരുമ്പ് വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സിൽ നിർമ്മിച്ച ഇരുമ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞു വേണ്ടി വരും ഒരു പക്ഷേ സ്ത്രീകൾ പുറത്തിറങ്ങാൻ. ആ കുട്ടിനോട് എനിക്ക് അത്രേ പറയാൻ പറ്റിയതുള്ളൂ. അതെവിടുന്ന് കിട്ടും? അന്ന് ഒരു പാവം വേറൊരു ചെറുപ്പക്കാരി, അത് ഇനി കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാര മോളെ, നീ സമാധാനപ്പെട്, അത്തരം ഡ്രസ്സുകളൊക്കെ ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഡ്രസ്സിന്റെയും നമ്മുടെ ഡ്രസ് കോഡും നമ്മുടെ പർദ്ദയും അതും പോരാ എന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കട്ടെ, നമുക്ക് അഭിമാനിക്കാം എന്ന കുട്ടിയോട് ഉത്തരം പറഞ്ഞു. ഏതായാലും ഒരുപാട് ക്യാമറകളുണ്ട്. ഇതാണ് നൈറ്റ് വിഷൻ ക്യാമറ. നിങ്ങൾ പല ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ കാണാം ഇങ്ങനെ തിരിയുന്ന ക്യാമറ. ഇതൊക്കെ ലൈറ്റ് ഇല്ലാതെയും വെളിച്ചമില്ലാതെയും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 30 ദിവസം തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കള്ളൻ ഏതെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റിപ്പോയാൽ അത് ആരാണെന്ന് വെരിഫൈ ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് ഒരു നല്ല സാങ്കേതിക വിദ്യയാണ്. പക്ഷേ ഇത്തരം ക്യാമറ കൊണ്ടിട്ട് കുളിമുറിയിലും കക്കൂസിലും ബെഡ്റൂമിലും ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ മിസ്യൂസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു നല്ലൊരു ആയുധമാണ്, നല്ലൊരു സാങ്കേതിക വിദ്യയാണ്. ഏതൊരു വീട്ടിലും ഇത് അത്യാവശ്യം തന്നെയാണ്. കാരണം അത്രയും കള്ളന്മാർ പെരുകിയിരിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ വരാന്തയിലൊക്കെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ആരതി കൂടെ പാസ് ചെയ്താലും അതിന്റെ വീഡിയോ ചിത്രം എനിക്ക് പിറ്റേ ദിവസം കിട്ടും. ഒരാൾക്കും അങ്ങനെ ഇതുവരെ എന്റെ വീട്ടിൽ 10 വർഷത്തോളായി ഒരു കള്ളൻ പോലും എന്റെ വീട്ടുമുറ്റത്ത് വന്നിട്ടില്ല. വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്തുണ്ടെങ്കിലും അവിടെ കിട്ടും, ഏതുണ്ടെങ്കിലും ഞാൻ അവിടെ പരീക്ഷിക്കും ചെയ്യും. അപ്പൊ ഒരു നല്ലൊരു സാധനമാണ്. പക്ഷെ ഇതെടുത്ത് ഇതിനെ മിസ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കത്തി ഉണ്ടാക്കാനല്ല പ്രശ്നം, ആ കത്തി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ. ആദ്യകാലത്തൊക്കെ നൈറ്റ് വിഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന ചിത്രങ്ങളെ കിട്ടി. ഇപ്പൊ കളർ ചിത്രങ്ങൾ, അതൊരു കുറച്ച് പഴയ ചിത്രമാണ്.